DCB മീഡിയയുടെ സ്വർണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. സ്വർണ്ണാഭരണങ്ങൾ ബാങ്കിലോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലോ പണയം വെക്കുവാൻ ചെല്ലുമ്പോൾ ഇനി പുതിയ തരത്തിലുള്ള ഒരു പരിശോധന കൂടി കേരളത്തിൽ നടത്തുന്നതാണ്. അതുപോലെ ഇനി മുതൽ വാങ്ങുന്ന സ്വർണ്ണാഭരണങ്ങളിൽ മറ്റൊരു മാർക്കിംഗ് കൂടി കൊണ്ടുവരികയാണ്. ഇതെല്ലാം എങ്ങനെയാണ് നിങ്ങളെ ബാധിക്കുന്നത് എന്നറിയുന്നതിനു വേണ്ടി സ്വർണം വാങ്ങുന്നവരും വിൽക്കുന്നവരും വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുമെല്ലാം ഈ വീഡിയോ മുഴുവനായും കാണുക. ആദ്യത്തെ അറിയിപ്പ്, ചെമ്പിൽ കട്ടികൂടിയ സ്വർണം പൂശി വ്യാജ ആഭരണങ്ങൾ നിർമ്മിച്ച് തട്ടിപ്പ് നടത്തുന്നത് തടയുവാനായി ഡെൻസിറ്റോമീറ്റർ ഉപയോഗിച്ച് പരിശോധന നടത്താൻ ബാങ്കുകൾക്കും സ്വർണ്ണപ്പണയ സ്ഥാപനങ്ങൾക്കും റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മുക്കുപണ്ട തട്ടിപ്പിലൂടെ സംസ്ഥാനത്തെ വിവിധ ബാങ്കുകൾ, പണയിടപാട് സ്ഥാപനങ്ങൾ, ജ്വല്ലറികൾ എന്നിവയിൽ നിന്ന് ഇതുവരെ 100 കോടിയിലധികം രൂപ തട്ടിയെടുത്തതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് RBI ഈ നടപടി സ്വീകരിച്ചത്. ഉരച്ചു നോക്കിയാൽ പോലും പിടിക്കപ്പെടാത്ത വിധത്തിൽ സ്വർണം പൂശിയ ആഭരണങ്ങൾ നിർമ്മിച്ച് വിപണിയിലെത്തിക്കുന്ന മാഫിയ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അനുഭവസമ്പന്നരായ ഗോൾഡ് അപ്രൈസർമാരുടെയും പരിശീലനം ലഭിച്ച ബാങ്ക് ജീവനക്കാരുടെയും പരിശോധനയിൽ പോലും പിടിക്കപ്പെടാതെയാണ് ഇത്തരം വ്യാജ ആഭരണങ്ങൾ ഈടായി നൽകി വായ്പകൾ തട്ടിയെടുക്കുന്നത്. പരമ്പരാഗത പരിശോധനാ രീതികളിൽ വ്യാജ സ്വർണം തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്നത് ധനകാര്യ സ്ഥാപനങ്ങൾക്ക് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുന്നുണ്ട്. ആഭരണങ്ങൾ കേടുപാട് വരുത്താതെ തന്നെ അതിനുള്ളിൽ മറ്റ് ലോഹങ്ങൾ അടങ്ങിയിട്ടുണ്ടോ എന്ന് കൃത്യമായി കണ്ടെത്തുന്ന ഇത്തരം ശാസ്ത്രീയ പരിശോധനാ ഉപകരണങ്ങളുടെ ഉപയോഗം തട്ടിപ്പുകൾ പൂർണ്ണമായി ഒഴിവാക്കാൻ സഹായിക്കും. സംസ്ഥാനത്തെ മിക്കവാറും എല്ലാ ജ്വല്ലറികളും പഴയ സ്വർണം വാങ്ങുന്നവരായതിനാൽ ഇത്തരം വ്യാജ സ്വർണ്ണ തട്ടിപ്പുകളിൽ പെടാതിരിക്കാൻ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് പോലീസും ജ്വല്ലറികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം സ്വർണ്ണ വിപണിയിൽ കൂടുതൽ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാരും ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സും ചേർന്ന് ഹോൾമാർക്ക് ചെയ്ത സ്വർണ്ണാഭരണങ്ങൾക്ക് സോൾഡ് ടാഗിംഗ് സംവിധാനം ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണ്. നിലവിലെ ആഭരണങ്ങളിലുള്ള 6 അക്ക HUID, അതായത് ഹോൾമാർക്ക് യൂണിക് ഐഡന്റിഫിക്കേഷൻ കോഡിനൊപ്പം ജ്വല്ലറികളിൽ നിന്ന് വിറ്റഴിക്കപ്പെടുന്ന ഓരോ ആഭരണവും സോൾഡ് എന്ന കേന്ദ്ര ഡാറ്റാബേസിൽ രേഖപ്പെടുത്തുന്ന രീതിയാണിത്. ഈ പുതിയ സംവിധാനം നിലവിൽ വരുന്നതോടെ ഉപഭോക്താക്കൾ സ്വർണം വാങ്ങുമ്പോൾ തന്നെ വ്യാപാരികൾ ആ വിവരം പോർട്ടലിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. ആഭരണങ്ങൾ നഷ്ടപ്പെടുകയോ മോഷ്ടിക്കപ്പെടുകയോ ചെയ്താൽ ഉപയോക്താവിന് അത് റിപ്പോർട്ട് ചെയ്യാനും സിസ്റ്റത്തിൽ സ്റ്റോളൻ എന്ന് രേഖപ്പെടുത്താനും സാധിക്കും. പിന്നീട് കള്ളന്മാർ ഈ സ്വർണം മറിച്ചു വിൽക്കാനോ മാറ്റിയെടുക്കാനോ ശ്രമിച്ചാൽ ജ്വല്ലറികളിലെ HUID സ്കാനിങ്ങിലൂടെ ഉടനടി കണ്ടെത്താനാകും. പഴയ സ്വർണം കൊടുത്ത് പുതിയത് വാങ്ങുമ്പോൾ ബില്ലുകൾ കാണിക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഇത് സഹായിക്കും. കേന്ദ്ര ഡാറ്റാബേസിലെ HUID വിവരങ്ങൾ സ്കാൻ ചെയ്യുന്നതിലൂടെ ആഭരണത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥാവകാശവും പരിശുദ്ധിയും ഉറപ്പാക്കാൻ സാധിക്കും. കൂടാതെ വ്യാജ ഹോൾമാർക്കിങ്ങും ഒരേ HUID കോഡ് ഒന്നിലധികം ആഭരണങ്ങൾക്ക് പുനരുപയോഗിക്കുന്നതും പൂർണ്ണമായും തടയാനും കഴിയും. വ്യവസ്ഥാപിതവും സുതാര്യവുമായ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറുന്നതോടെ വ്യാജ സ്വർണത്തിന്റെ വിൽപ്പനയും അനധികൃത ഇടപാടുകളും പൂർണ്ണമായി ഇല്ലാതാകുകയും ചെയ്യും. ചെറിയ ജ്വല്ലറികൾ ഉൾപ്പെടെ എല്ലാ വ്യാപാരികളും ഓരോ വിൽപ്പനയും അപ്പോൾ സിസ്റ്റത്തിൽ രേഖപ്പെടുത്തേണ്ടി വരുമെന്നതിനാൽ ഉപഭോക്താക്കൾക്ക് കൂടുതൽ സുരക്ഷിതത്വത്തോടെ സ്വർണ്ണ ഇടപാടുകൾ നടത്താൻ വഴിയൊരുങ്ങും. അതോടൊപ്പം സ്വർണ്ണ വായ്പ എടുക്കുന്ന ഉപഭോക്താക്കൾക്ക് കൂടുതൽ സംരക്ഷണം നൽകുന്ന ചില സുപ്രധാന നിബന്ധനകളും ബാങ്കിംഗ് മേഖലയിലുണ്ട്. വായ്പാ തുകയും പലിശയും പൂർണ്ണമായി തിരിച്ചടച്ചു കഴിഞ്ഞാൽ ബാങ്കുകളോ ധനകാര്യ സ്ഥാപനങ്ങളോ 7 പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ ഈടായി നൽകിയ സ്വർണം ഉടമസ്ഥന് തിരികെ നൽകേണ്ടതുണ്ട്. ഇതിൽ സ്ഥാപനം വീഴ്ച വരുത്തിയാൽ വൈകുന്ന ഓരോ ദിവസത്തിനും 5000 വീതം നഷ്ടപരിഹാരം നൽകാൻ സ്ഥാപനം ബാധ്യസ്ഥരാണ്. കൂടാതെ വിപണിയിലെ ക്രമക്കേടുകൾ ഒഴിവാക്കാൻ ജ്വല്ലറികളിൽ പുതിയ സ്വർണം വാങ്ങുമ്പോഴും പഴയ സ്വർണം വിൽക്കുമ്പോഴും അല്ലെങ്കിൽ മാറ്റിയെടുക്കുമ്പോഴും കൃത്യമായ ബില്ലുകളും ആധാർ ഉൾപ്പെടെയുള്ള തിരിച്ചറിയൽ രേഖകളും കരുതുന്നത് ഉചിതമാണ്. ഇത്തരം ഡിജിറ്റൽ പരിശോധനകളും സുതാര്യമായ നിയമങ്ങളും സ്വർണ്ണ വിപണിയെ കൂടുതൽ സുരക്ഷിതമാക്കുകയും സാധാരണക്കാരായ ഉപഭോക്താക്കളെ തട്ടിപ്പുകളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യും. അതിനാൽ എല്ലാവരും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിലവിൽ സ്വർണ്ണവില ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കുതിച്ചുയരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. സ്വർണം വാങ്ങുന്നവരും വിൽക്കുന്നവരുമെല്ലാം ഈ അറിയിപ്പുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക.